എന്റെ പൊന്നു മക്കളെ, സൈക്കോ ക്യാരക്ടറുകൾ മാത്രം അഭിനയിച്ച് തകൃതിയായിട്ട് തൃക്കേട്ട് അടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളെപ്പോലത്തെ ജാംഗ്ലോദരികൾക്ക് ഒരു കുത്തിക്കഴപ്പ്. ഫഗുവണ്ണ എപ്പോഴും സൈക്കോ ഷിറ്റ് മാത്രമാണ് ചെയ്യണത്, വേറെ ഒന്നും ഇങ്ങനെ കൊണ്ട് ചെയ്യാൻ പറ്റൂലെന്ന്. ഇത് കേട്ട് 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 ചെവിക്കലടിച്ച് പോയ ഫഗുവിന് കട്ട ഈഗോ ഓടിച്ചെന്ന്. അറസാത്ത സമന്തറ സംഗിണി മൊങ്കിണി സാങ്കിണി മൊങ്കിണി സാത്ത സമങ്കണ സെത്തണ സംഗിണി മാക്ക് സമന്തർ. എന്നാ പിന്നെ എന്റെ കഴിവ് തെളിയിച്ചിട്ട് എന്നെ കാര്യയുടെ മംഗളോദരികളെന്നും പറഞ്ഞ് കമ്മിറ്റായ കമ്മറ്റിപ്പടമാണ് നാട്ടുകാരെ. റൊമാൻറ്റിക് കോമഡി, ഡാർക്ക് കോമഡി, ബ്ലാക്ക് കോമഡി, ഗ്രീൻ കോമഡി എന്ന് വേണ്ട ലോകത്തുള്ള എല്ലാ കോമഡിയും വാർപ്പിലിട്ട് അടിച്ചിളക്കി തിളപ്പിച്ചെടുത്ത പടമാണ് പഞ്ചായത്തിലുള്ളവരെ ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ മുഞ്ചും കുതിര. പൊന്ന് പഞ്ചായത്തിലുള്ള നാട്ടുകാരെ ഇങ്ങേര് കോമഡിക്ക് വേണ്ടി മോന്തയിൽ വരുത്തണ എക്സ്പ്രഷനും ശരീരത്തിൽ വരുത്തണ ഉരുട്ടിക്കറ്റിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളെ തൊലി ഉരിഞ്ഞ് കണ്ടം വഴി 22 റൗണ്ട് ഓടി കറങ്ങി വന്ന് തിളച്ച എണ്ണയിൽ ചാടി ചാവൂന്ന്. പിന്നെ നിങ്ങൾക്ക് വിശക്കുമ്പോ വേണമെങ്കിൽ ആ പൊരിഞ്ഞ തൊലി എടുത്ത് തിന്നാം. അമ്മാതിരത്തെ തൊലിഞ്ഞ എക്സ്പ്രഷനാണ് അണ്ണ ഇടണെന്ന്. നമുക്കറിയാവുന്ന ഫഹദണ്ണ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ജനങ്ങളെ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നല്ല വിഷമം ഉണ്ടെണ്ണ, അതുകൊണ്ടാണ് പറഞ്ഞു പോണത്. പിന്നെ ഇതിൽ അണ്ണൻ ക്യാൻ ഡാൻസ് അല്ല, പപ്പു കുട്ടൻ ഡാൻസ് കളിക്കും, എന്തി വലിഞ്ഞ് ഡാൻസ് കളിക്കും. കയ്യത്തും ദൂരത്ത് സിനിമയിൽ കണ്ട അതേ കളികൾ. പോവേ ഒരു ക്ഷണയൻ ഞാൻ എൻ കാതിൽ തൊലിഞ്ഞുവോ. അരെ വാ 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 വാ, സൂപ്പർ സൂപ്പർ സൂപ്പർ. നമ്മളെ സൈക്കോണനെ നീയൊക്കെ ചേർന്ന് കോമളിയാക്കിയില്ലടാ സർജ മർജകളെ. കഥ പറയണതിന് മുമ്പായിട്ട് അപ്പൂപ്പൻ ഒരു കാര്യം പണയാം. ഇത് OTT-ൽ കാണാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് എത്തി നോക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാല് നെറ്റ്ഫ്ലിക്സിന്റെ ചന്തിവിളക്ക് അറിഞ്ഞു കയറ്റിത്തരും. അതുകൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ സാമാനം ഉണ്ട്, പോയി കാണി. ലിങ്ക് അപ്പൂപ്പൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് മക്കളെ, പോയി കാണു മക്കളെ, പോയി കാണു. ഈ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും മാനസിക രോഗങ്ങളാണ് എന്റെ പൊന്നു പഞ്ചായത്തിലുള്ള നാട്ടുകാര്. ആകാശത്തൂടെ പറന്നോണ പറവയ്ക്ക് റോട്ടുകടെ ഇഴഞ്ഞു പോണ പട്ടിക്കും വരെ ഇതിൽ പ്രാന്താണെന്ന്. ഡാർക്ക് ഹ്യൂമർ പീച്ചാൻ നോക്കി പീഞ്ഞു പോയ നാട്ടപ്പെട്ടാലിന്. അപ്പൊ നമുക്ക് തുടങ്ങാം നാട്ടുകാരെ. കഥ തുടരുന്നത് എബിയുടെയും നിധിയുടെയും കല്യാണത്തലേന്ന് രാത്രി കഥാനായികയുടെ ഒടുക്കത്തെ സ്വപ്നം വിളമ്പാൻ വരണതിൽ നിന്നാണ്. അലുവാ കഷ്ണം പോലത്തെ ഏജസ്സും ഓജസ്സുമുള്ള കുതിരപ്പുറത്ത് എബിമോൻ ഒരു ഷവർമയും ഇട്ട് എന്നെ നോക്കി കിണിക്കണതായിട്ട് കണ്ടെന്ന്. അലുവാ കഷ്ണം അല്ലടി, അമൃതം പൊടി. ഈ പെണ്ണിനാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറും വേണ്ടാത്ത സ്വപ്നങ്ങൾ കാണാക്കോണ് ജോലിയെന്ന്. ആ സ്വപ്നം നിറവേറ്റി കൊടുക്കാനായിട്ട് ഇതാ ഇങ്ങേരും. എന്റെ പൊന്നോ, സ്വപ്നമൊക്കെ കൊള്ളാം മർമ്മ സാറേ, പിന്നെ പറയണതാണ് അതിര് കിടക്കണെന്ന്. ഈ സ്വപ്നത്തിലെ പോലെ തന്നെ എബി കല്യാണത്തിനും കുതിരപ്പുറത്ത് എഴുന്നള്ളിയെ പറ്റുള്ളെന്ന്, ഇല്ലെങ്കിൽ ഈ കല്യാണം അടപടന മുടങ്ങുമെന്ന് ചേച്ചി കട്ടായ ഉത്തരവിടുവെന്ന്. അന്നേരം ഇയാൾ ചേച്ചിനെ സോപ്പിടാൻ വേണ്ടി എക്സ്പ്രഷൻ ഇട്ടൊരു വർത്താനം ഉണ്ടെന്ന്. അൺസഹിക്കബിൾ. പക്ഷെ നിധി, അതിലൊരു പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ 2 മണി കഴിഞ്ഞു. അത് ശരി, ബാക്കിയുള്ള ജില്ലയിൽ 12 മണി ആയതവളാടാ. ആരെങ്കിലും ആവട്ടെ, ബാക്കി പണയാം. കൊച്ചിയിൽ ഇപ്പോൾ 12 മണി കഴിഞ്ഞു. മഷിയിട്ട് നോക്കിയാൽ പോലും ഒരു കുതിരയെ കിട്ടൂലെന്ന്. എന്തിന്? മഷിയിട്ട് നോക്കാൻ മഷി പോലും കിട്ടൂലെന്ന് ഈ സമയത്ത്. ഏതാ കോമഡി എണ്ണന്റെ ആർട്ടിഫിഷ്യൽ ഫേഷ്യലജന്റെ എക്സ്പ്രഷൻ കൂടി ആയപ്പോൾ കോമഡി സ്റ്റാർ സീസൺ 7 തന്നെ. ഓരോരോ പ്രാന്തുകളെ. പാതിരാത്രി വന്നിട്ട് അലുവയുടെ കുതിര പോലും. അങ്ങനെ രാത്രി എവനെ വിളിച്ച് കുതിരയെ സെറ്റ് ചെയ്ത് പിറ്റേ ദിവസം അതിന്റെ മണ്ടയിൽ വലിഞ്ഞു കയറി പോകുമ്പോഴാണ് കുതിരയുടെ കണ്ണിൽ ക്യാമറാമാനോൻ ഫ്ലാഷ് അടിച്ചിറക്കണത്. അല്ല, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കണേണ്. ഇത്രയും കൊട്ട വെയിലത്ത് എവ എന്താണ് ഫ്ലാഷ് ഓൺ ആക്കി ഫോട്ടോ എടുക്കണേന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ലെന്ന്. നീ എവിടത്തെ ഫോട്ടോഗ്രാഫറുടെ ആളുവാ കുഞ്ചി? എന്താ പേര്? മണ്ഡപത്തിന്റെ അകത്തായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നടേ. എന്നാലല്ലേ കുതിരയ്ക്ക് ക്യാന്തി അടിച്ച് അണ്ണനെ തറയിൽ തലയിടിച്ച് വീഴ്ത്താൻ പറ്റുള്ളൂ. എന്റെ പൊന്നു സംവിധായകണ്ണ, ഈ ഫ്ലാഷിന്റെ ലോജിക് ഇല്ലാത്ത പരിപാടി കാണിക്കണേലും നല്ലത് ബാൻഡ് മേളം കേട്ടിട്ട് ഇടഞ്ഞു വീഴ്ത്തിയാലും മതിയായിരുന്നു. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഫ്ലാഷിന്റെ പരിപാടി തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടാ. കൊട്ട വെയിലത്താണ് അവന്റെ ഫ്ലാഷ്. എഴിച്ച് പോടാ. അങ്ങനെ തലയിടിച്ച് കിണയം കുത്തി വീണ അണ്ണനെ ഹോസ്പത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെയും തള്ളിക്കയറ്റുന്നു കുറച്ചധികം ഡാർക്ക് ഹ്യൂമർ. ഈ സിനിമ കണ്ടതിന് ശേഷം ഡാർക്ക് ഹ്യൂമറെ വെറുത്തു പോയെന്ന്. എബി കോമയിലായ വിവരം ഒരു ഡോക്ടർ അവരെ ബന്ധുക്കളെ അറിയിക്കണ കോമഡിയാണ് ഈ കൊണഞ്ഞ കോമഡി. ഡോക്ടർ മാമൻ ചോദിക്കും കുതിരയുടെ ഐഡിയ ആരതാണെന്ന്. അന്നേരം എബിയുടെ ചേട്ടൻ സിബി പറയും ഇങ്ങേർക്ക് ഇതിൽ മുഴുത്ത വട്ടാണ് കേട്ടാ, അവനാണ് സാറേ ഐഡിയ മൊത്തം കൊണ്ടുവന്നത്. അന്നേരം ലവൻ പറയും എബിസേട്ടൻ തന്നെയാണ് അലുവ കഷ്ണ കുതിരയെ വേണമെന്ന് പറഞ്ഞതെന്ന്. സംശയമുണ്ടെങ്കിൽ എബിസേട്ടനോട് തന്നെ ചോദിക്കൂ ഡോക്ടർ. അപ്പോഴീ ഡോക്ടർ പണയം കേട്ടാ, ഓടാ ആ കോമയെ കിടക്കണമെന്നവന്റെ അടുത്ത് ഞാൻ ചെന്ന് ചോദിക്കാന്ന്.
പൊന്നോ പങ്കണ കോമഡി കണ്ണ അങ്ങനെയാണ് ഇവർ അറിയുന്നത് അയാള് കോമ സ്റ്റേജിൽ കിടക്കുകയാണെന്ന്. ഇതിലും വലിയ ഐറ്റമാണ് ഇത്. കല്യാണ ഫോട്ടോ നോക്കിയിട്ട് എല്ലാരെയും തലയിൽ ഹെൽമറ്റ് ഉണ്ടല്ലോ, ഇവന്റെ തലയിൽ എന്താ ഇല്ലാത്തതെന്ന് ഡോക്ടർ ചോദിക്കും. അന്നേരം എബിയുടെ ചേട്ടൻ സിബി ഇരുന്ന് പരിങ്ങും. കാരണം അങ്ങേരാണല്ലോ ഹെൽമറ്റ് വെക്കണ്ട, നിന്റെ മുടി വൃത്തികേടാകും എന്നൊക്കെ പറഞ്ഞ ഹെൽമറ്റ് വെപ്പിക്കാതിരുന്നത്. എന്നിട്ട് ഡോക്ടർ പറയും ആ ഹെൽമറ്റ് തലയിലുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു, ചെറുക്കൻ രക്ഷപ്പെട്ടു പോയനെന്ന്. അന്നേരം ഇത് കേട്ടിട്ട് ഇങ്ങേര് തലയും കുത്തി പൊട്ടി അട്ടാസിച്ച് ചിരിക്കുമെന്ന്. സ്വന്തം അനിയെ ഹെൽമറ്റ് വെക്കാതെ കോമയിൽ പോയെന്നും പറഞ്ഞിട്ട് പൊട്ടി ചിരിക്കുകയാണെന്ന് അങ്ങേര്. അത് മാത്രമല്ലെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സീനിൽ ഇങ്ങേര് പറയും യവനെ ഇങ്ങനെ ഇട്ട് നരകിപ്പിക്കുന്നതിനെ കാട്ടി ഷിഫ്റ്റ് ആൾട്ട് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് എറേസ് ചെയ്ത് കളയാന്നവനെ. പൊന്നെണ്ണ ഡാർക്ക് വാണ കോമഡികൾ തന്നെന്നെല്ലാം. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ തലയും കുത്തി ചിരിക്കണമെന്നാണ് അവർ പറയണത്. അങ്ങനെ കോമയിലെ സ്വപ്നങ്ങളുമായിട്ട് അണ്ണന്റെ ജീവിതം ലൂപ്പടിച്ച് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ കാണിക്കുന്ന നിത്യന്റെയും എബിന്റെയും കണ്ടുമുട്ടലും പ്രണയവും. വുഡ് പേക്കർ എന്ന ഫർണിച്ചർ കമ്പനിയിലെ സ്റ്റാഫാണ് നമ്മുടെ എബി മോൻ. അങ്ങനെ അതിന്റെ ഒരു ഓർഡർ കൊടുക്കാനായിട്ട് വരുമ്പോഴാണ് നിധിനെ കാണുന്നത്. ആ വീട്ടിലെ ചെണുക്കനും നിധിയും ഡിഗ്രി മുതലേ പ്രണയത്തിലാണ്. പക്ഷെ എവനാണെന്നുണ്ടെങ്കിൽ എവളല്ലാതെ കൊച്ചിലെ മുതലേ വേറൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന്. ഒരേ കൊമ്പിൽ 2 മാങ്ങയാണ് അവൻ കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. ഇതിന്റെ മണ്ടയിൽ വലിഞ്ഞിട്ട് കയറണത് വേറൊന്നും കൊണ്ടല്ല കേട്ടാ, ആ ടേബിളിന് നല്ല ഉറപ്പുണ്ടാകാൻ നോക്കാൻ വേണ്ടിയാണെന്ന്. എന്തൊക്കെ കാട്ടായങ്ങളുടെ കാണിക്കണത്. അതെന്തൊരു തേങ്ങാക്കൊല്ലെങ്കിലും ആവട്ടെ. അങ്ങനെ നിധി അവന്റെ കള്ളക്കാമുകിയുടെ കാര്യങ്ങളെല്ലാം അറിയുന്നു. അതിന്റെ ദേഷ്യത്തിൽ ഈ സുഗുണേഷിന്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുന്നു. ഡാഡി കൂളിന് കട്ട കളിപ്പാകുന്നു. എബിനെ വിളിച്ചു വരുത്തുന്നു. നിങ്ങളെ സ്റ്റാഫ് പെണ്ണ് അടിച്ച് പൊട്ടിച്ചതായിട്ട് അറിയിക്കുന്നു. ഈ സ്റ്റാഫ് പെണ്ണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഡി കൂള് പെട്ടെന്ന് വന്നുകൊണ്ട് പേടിച്ച് ഈ പെണ്ണ് അവരെ സ്റ്റാഫാണെന്ന് ദിവൻ പറയുന്നോണ്ടാണ് കേട്ടാ. പിന്നെ ഇവരെ വുഡ് പേക്കർ ചുറ്റിയിൽ വെച്ചാണ് അവന്റെ കണ്ണാടി അടിച്ച് പൊട്ടിച്ചതും. ഏത് അങ്ങനെ ഇവരെല്ലാരും കൂടെ നിധീനെ കാത്തിരിക്കുകയാണ് ഫേക്ക് സോറി പറയാൻ വേണ്ടി. അന്നേരം പെണ്ണ് അവിടെ വരുമ്പോൾ നമ്മുടെ ഫഗുവണ്ണന്റെ ഒരു എക്സ്പ്രഷനും കാട്ടിക്കൂട്ടലും ഉണ്ടെന്ന് വന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നത് ഞങ്ങളിരുന്ന്. അത് കഴിഞ്ഞ് 2 അടി യവനും 1 അടി എബി അണ്ണനും ചേച്ചി ഇറക്കി വിട്ട് വീട്ടിലോട്ട് പോകുന്നു. പക്ഷെ നമ്മളെ സ്വപ്ന കുടുക്കയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരൂലെന്ന്. കാരണം എബി കരയണതായിട്ട് ഈ പെണ്ണിരുന്ന് സ്വപ്നം കാണുമെന്ന്. അടുത്ത മുണഞ്ഞ സ്വപ്നമൊന്ന്. അങ്ങനെ വളരെ വിഷമിച്ച് കുറ്റബോധത്തിൽ ചേച്ചി അണ്ണന്റെ അടുത്ത് ഈ സ്വപ്നകഥ എന്ന് പറയുന്നു. എന്നിട്ട് മൊഴിയും എബി എന്റെ ചെവിക്കല വിളക്ക് ഒരടി ഇറക്കി തരണം, എന്നാലേ എന്റെ മനസ്സിലെ കല്ലടങ്ങി സ്വപ്നം നിൽക്കുള്ളെന്ന്. പക്ഷെ അണ്ണൻ കുടുംബത്തിൽ പിറന്നതായത് കൊണ്ട് അങ്ങനെ ചെയ്യൂല കേട്ടാ. പക്ഷെ ചേച്ചി പെണ്ണാണെങ്കിൽ ചെവിക്കല വിളക്ക് അടി പേടിച്ചിട്ടേ അടങ്ങോളെന്നായി. അങ്ങനെ അടി പേടിക്കാനായി ചേച്ചി ചേട്ടന്റെ പുറകെ ഓടടാ ഓട്ടം. ഒരടി പ്ലീസ്, ഒരടി. അവസാനം അണ്ണൻ സഹികെട്ട് അടിക്കാൻ വരണമാണ് നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാവ്, വാട്ട് എ ഓവർ ആക്ടിങ് ബ്രോ, സൂപ്പർ സൂപ്പർ. എന്നിട്ട് താഴെ വന്ന് ചേച്ചിന്റെ ചെവിട്ട് വിളക്ക് അടിച്ച ഷോക്കിൽ ചേച്ചിയുടെ ബോധം പോകുന്നു. നേരെ ഹോസ്പിറ്റലിലേക്ക് എടുത്തോണ്ട് പോകുന്നു. അവിടെ വെച്ച് എബിയുടെ തന്തപ്പിടി റൂട്ട് അങ്ങോട്ട് മാറ്റുന്നു. 2 ഉണ്ണികളും കടുത്ത പ്രണയത്തിലാണെന്ന് നിധിയുടെ തന്തയുടെ അടുത്തും തള്ളേന്റെ അടുത്തും പറഞ്ഞു കൊടുക്കുന്നു നമ്മുടെ ലാലെണ്ണ. ഇതിന്റെ ഇടയിൽ മറ്റേ ക്ലാഷ് ഓഫ് ക്ലാൻസ് പരിപാടി നടക്കുന്നു. തെറ്റിദ്ധാരണ. ഡാഡി മമ്മ അവരെ പ്രണയത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഇവർ അടിക്കാരിയാണെന്നും പറഞ്ഞ് അതിന് മറുപടി കൊടുക്കുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ കമ്പൂഷനാവും. നല്ല ഫ്രഷ് സാധനം കേട്ടാണ്. പിന്നെ നിധിയും എബിയും കണ്ടുമുട്ടി നാളെ വീട്ടിൽ വന്ന് തെറ്റിദ്ധാരണ മാറ്റാനായി പ്ലാൻ ചെയ്യുന്നു. വീട്ടിൽ വന്നതിന് ശേഷം 2 എണ്ണം കൂടെ എബി പറ നിധി പറ കളി അങ്ങോട്ട് കളിക്കുന്നു. ഇത് കേട്ടിട്ട് ഇവർ ദേഷ്യം വന്ന് അത്തള പിത്തള തവളാച്ച് പാട്ട് പാടുമ്പോഴും നിധി പണയും ഞങ്ങളെ കല്യാണത്തിന് ഡേറ്റ് എടുക്കണം. ഇത് കേട്ട് അന്തം വിട്ട് അണ്ണൻ മാറ്റി നിർത്തി നിധിന്റെ അടുത്ത് ചോദിക്കുന്നത് എന്തോന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റിയായിരുന്നു ഇല്ലെന്ന്. അപ്പൊ വീണ്ടും നിധിയുടെ തൊലിഞ്ഞ സ്വപ്നക്കാര്യം വിളമ്പുന്നു. മറ്റേ ആദ്യത്തെ കുതിരയുടെ തൊലിഞ്ഞ സ്വപ്നം ഉണ്ടല്ലോ അതങ്ങ് വിളമ്പി കൊടുക്കുന്നു അണ്ണന്. പിന്നെ എബി പോയി അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും, എന്തിനാണ് ഞാൻ ആലോചിക്കുന്നത്, അമ്മ കാണേ നിങ്ങൾ എന്തിനാണ് പണയാൻ പോണെന്ന്. ഇഷ്ടമാണെന്നല്ലേ. എന്നാൽ സുഹൃത്തുക്കളെ അതല്ല, ഒരു വെറൈറ്റി പിടിക്കാൻ വേണ്ടി ഇങ്ങേര് മറ്റേ ഐറ്റം മോന്തയിൽ വരുന്ന എക്സ്പ്രഷൻ ഒക്കെ ഇട്ടാണ് ഒരു ഐറ്റം ഡയലോഗും കട്ടിക്കും. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജിബിൻ കൊരിയാക്കോസ്, അവന് ഞങ്ങളുടെ കല്യാണത്തിന്റെ കേറ്ററിംഗ് കൊടുക്കാവോ എങ്കിൽ. പിന്നെ കാണിക്കണത് പ്രസന്റ് കോമാ സീൻസ്. 311 ദിവസങ്ങൾക്ക് ശേഷം കഥാനായകന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ അഭി, വയ്യ. കാരണം എന്റെ ഡാഡി കൂള് പറഞ്ഞു 1 മാസം മുന്നേ കോമയിലായവരോട് ചോദിച്ചപ്പോൾ അവർക്കും ഇതേ അഭിപ്രായമാണ്. ഇപ്പോഴൊന്നും ആരും കോമയെന്ന് എണീക്കൂലെന്ന്. എന്ത് വിറ്റടിയ അങ്കിൾ, ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഈ പെണ്ണവനോട് കാത്തിരിക്കൂലെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോണേന്ന്. അങ്ങനെ കഥാനായിക അണ്ണനെ വിട്ടിട്ട് പോകുന്നു. അപ്പൊ തന്നെ കുറച്ച് കഴിയുമ്പോ അണ്ണൻ കോമയിൽ നിന്ന് ചാടി എണീക്കുന്നു. ഡാഡി ഡാഡി. അത് കഴിഞ്ഞ് അണ്ണന്റെ കയ്യിലിരിക്കുന്ന മോതിരം ഊരിക്കൊടുക്കുന്നു ഇവരുടെ കയ്യിൽ നിധിക്ക് കൊടുക്കാനായിട്ട്. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഒക്കൂല, ഉരുകിപ്പോവും അവന്റെയൊക്കെ. ഈ സിനിമയിൽ എപ്പോഴും ഇതാണ് കേട്ടാ, ഇവര് പരസ്പരം കോൾ ചെയ്യൂല. എന്തൊരുടാ ഇതൊക്കെ. എവരാണെന്നുണ്ടെങ്കിൽ മോതിരം കൊടുക്കാതെ അത് പണയം വെക്കുമെന്ന്. അടിപൊളി. എന്നിട്ട് ഇങ്ങേര് പണയും അവളെ കല്യാണം ഏതോ കുൽഫീന്ദർ സിംഗുമായിട്ട് ഉറപ്പിച്ചെന്ന്. പിന്നാണ് ഒന്നും നോക്കൂലെന്ന്. അരിയും പൊരിയും പറിച്ചെറിഞ്ഞ് നടക്കാനും ഓടാനും ചവിട്ടാനും തൂങ്ങാനും പഠിച്ച്
സെറ്റപ്പനായി ചേച്ചിയുടെ എൻഗേജ്മെന്റ് സഭയിലേക്ക് എഴുന്നള്ളുന്നു. എന്നിട്ട് ചേച്ചിനെ നോക്കി വിളിക്കുന്നു. അന്നേരം അവളെ ബോധം പോകുന്നു. പിന്നെ കാണിക്കണത് അണ്ണനും ചേച്ചി ഇവിടെ ഇരുന്ന് സംസാരിക്കണതാണ്. അണ്ണൻ റിങ് കൊടുത്ത് വിട്ടതും കോമേന്ന് എപ്പ എണീറ്റു ടു ടു ടു. ഒന്നും തന്നെ ചേച്ചി അറിഞ്ഞിട്ടില്ലാത്ത വിവരം നമ്മുടെ അണ്ണൻ മനസ്സ് കുളിർക്കെ അറിയുന്നു. അവസാനം റിങ് ഐഡിയ വർക്കാവാത്തോണ്ട് സ്വപ്ന ട്രാക്ക് പിടിക്കുന്നു നമ്മുടെ അണ്ണൻ. ഒരു മുണഞ്ഞ സ്വപ്നക്കഥ മെനഞ്ഞങ്ങ് പറയുന്നണ്ണൻ. എവള് പിന്നെ സ്വപ്ന കൊടുക്കണല്ല, എന്തൊരു പറഞ്ഞു കൊടുത്താലും വിശ്വസിക്കുന്നു. എന്നിട്ട് എബി അവിടെ നിന്ന് പോകുന്നു. ചേച്ചി അന്തം വിട്ടിരിക്കുന്നു. എന്നെ കാണിക്കണത് ബാംഗ്ലൂരാണ്. ഊമ്പിച്ചിട്ട് പോയ അണ്ണന്റെ അടുത്തേക്ക് വന്ന് ചെവിക്കലിനൊരടി, റിങ് അവക്ക് കൊടുക്കാത്തതിന്. അപ്പോഴിങ്ങേര് പറയും, നീ കോമയെ കിടന്നപ്പോഴ് നിന്നെ കോമയെന്ന് എണീപ്പിക്കാൻ വേണ്ടി ഓറഞ്ചിന്റെ നീര് നിന്റെ കണ്ണിലൊഴിച്ച് സഹായിച്ചിട്ടുണ്ടാ ഞാൻ. എന്നോട് എന്തിനാടാ ഇത്ര ദേഷ്യമെന്ന്. അപ്പോഴത്തന്നെ അവന്റെ ദേഷ്യം അങ്ങ് അടങ്ങും. യോ എന്തോന്നടാ ഇതൊക്കെ, ഏവനടാ ഇമ്മാതിരത്തെ സാമാനങ്ങളൊക്കെ പടച്ചെഴുതി വിട്ടത്. പിന്നെ അങ്ങോട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് പോകുന്നു. എന്നിട്ടും അണ്ണന് ചേച്ചിനെ മറക്കാനായിട്ട് പറ്റണില്ല. അവസാനം അണ്ണൻ ഒരു തീരുമാനം അങ്ങോട്ട് എടുക്കും, സന്തോഷമായിട്ട് അങ്ങ് ചാവാന്ന്. അങ്ങനെ ചാവാനായിട്ട് പോകുമ്പോഴാണ് ഈ പെണ്ണിനെ കാണിക്കണത്. സെക്കൻഡ് ഹാഫിലെ പുതിയ ക്യാരക്ടർ. അണ്ണൻ ചാവാനായിട്ട് പോകുമ്പോഴത്തേക്കും ഗ്ലാസും കുട്ടയൊക്കെ എടുത്ത് വലിച്ചെറിയുന്നു. എന്നിട്ട് കസേരന്റെ മണ്ടയിൽ കയറി അങ്ങ് നിൽക്കുമെന്ന്. അപ്പോഴണ്ണൻ വിചാരിക്കും എവളും ചാവാനായിട്ട് പോണേണെന്ന്. ആ നിമിഷം തന്നെ അണ്ണന്റെ ആത്മഹത്യ ഒരു മൂലയിലേക്ക് ഒളിപ്പിച്ചു വെച്ചിട്ട് ആ പെണ്ണിനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി ഓടുന്നു മിസ്റ്റർ എബിമോൻ. അതിന്റെ ഇടയിൽ ഇങ്ങേര് ഇവിടെ വരുമെന്ന്. എന്നിട്ട് ഒരു രസത്തിന് ആ കയറിലെ തല കയറ്റുന്നു. ഭാര്യയെ പെട്ടെന്ന് വന്ന് വിളിക്കുന്നു. കാല് സ്ലിപ്പായി തൂങ്ങി വീഴുന്നു. ഭാര്യ ചേച്ചി രക്ഷിക്കുന്നു. എന്തൊക്കെ കോപ്രായങ്ങളാണ് എന്തോ. കയറിങ്ങനെ കിടന്നപ്പോഴത്തേക്കും ഒരു ത്വര തോന്നിട്ട് കയറിയണമെന്ന്. അതിനുശേഷം അണ്ണൻ മറ്റവരെ റൂമിലോട്ട് ഓടുന്നു, രക്ഷിക്കുന്നു. എന്നിട്ടെണ്ണം ഡാഡി കൂളിനെ വിളിച്ച് പണയും. ഡാഡി ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും, അതുകൊണ്ട് ഇവിടത്തെ വിവരങ്ങൾ ഞാൻ അപ്പ ഡാഡി കൂളിനെ വിളിച്ച് പറയുന്നതായിരിക്കും. അതുകൊണ്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് നിങ്ങൾ കാത്തിരിക്കണമെന്ന്. അപ്പൊ ഇങ്ങേര് പറയേ, അയ്യോ ഇവിടുത്തെ എണ്ണ തീർന്നു പോയല്ലേ എന്ന്. ശുദ്ധഹാസ്യം മരിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. ഇതേപോലത്തെ മറ്റൊരു ഫലിതമാണ് ഈ ഒരു സീൻ. മറ്റേ ചേച്ചിനെ രക്ഷിക്കാനായിട്ട് ഇങ്ങേര് ഓടുമ്പോൾ ഇവര് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയും. അന്നേരം ഇങ്ങേര് പണയേ ഹാപ്പി ഓണം എന്ന്. അടിപൊളി. പിന്നെ ഈ സിനിമേന്റെ സെക്കൻഡ് ഹാഫ് മൊത്തം ഈ പെണ്ണിന്റെ പിറകെയാണ് നിങ്ങേര്. എവളെ ആത്മഹത്യയൊന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയും എന്തിനാണ് കാര്യമാണെന്ന് അറിയാൻ വേണ്ടിയും ഫുള്ള് ചേച്ചിനെ വീക്ഷിക്കലും ഡാഡി കൂളിന്റെ ഉപദേശങ്ങൾ വേടിക്കലും അങ്ങനെ കറങ്ങി നടത്തേണെന്ന് ഈ സിനിമ മൊത്തം. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രേവതി നമ്മുടെ കഥാനായകനോട് എല്ലാ വിവരങ്ങളും മൊഴിയുകയാണ് സുഹൃത്തുക്കളെ. താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്നുള്ള കഥന കഥ. രേവതിക്ക് ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ രേവതിയെ കെട്ടാൻ പോണ കോഴിക്കുട്ടന് ചേച്ചിയുടെ തടി ഇഷ്ടമല്ലെന്ന്. ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് അണ്ണൻ. ചേച്ചിക്ക് ഒരു ടാർഗറ്റ് അങ്ങോട്ട് കൊടുക്കുമെന്ന്. കല്യാണത്തിന് മുമ്പ് 20 കിലോ അങ്ങോട്ട് കുറയ്ക്കണമെന്ന്. ആ ഒരു കാര്യത്തിൽ ചേച്ചിക്ക് തിന്നാനും പറ്റുന്നില്ല, ഇറക്കാനും പറ്റുന്നില്ല. ആകെ മൊത്തത്തിൽ ഒരു കുരു പിടിച്ച ഒരു അവസ്ഥ, ഡിപ്രഷൻ. അപ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മളെ വീക്കിലി പട്ടക്കം സ്റ്റാർ ധ്യാൻ അവിടെ എഴുന്നള്ളുന്നത്. ആശ ഇതിലൊരു ഷെഫാണ് കേട്ടാ. ഒരു ദിവസം ഇങ്ങനെ വീട്ടിലെ ആൾക്കാർ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ബിരിയാണി വെച്ച് വിളമ്പി കൊടുക്കും. അത് ചേച്ചി കണ്ടുകൊണ്ട് പോകും. എന്നിട്ട് രാത്രി അണ്ണന്റെ കഥവയൊന്ന് തട്ടിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ കുറച്ച് ബിരിയാണി അങ്ങോട്ട് വിളമ്പാൻ പറയും. ഓ തന്നെന്ന് നിങ്ങൾ അന്തമിടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ചേച്ചി ഒരു ഉളുപ്പുമില്ലാതെ അത് മൊത്തം മുണങ്ങുന്നു. എന്നിട്ട് പിറ്റേ ദിവസം ആഹാരം കൊടുത്തതിന് പച്ച അപരാധം വിളിക്കുന്നു അങ്ങേരെ. എന്നിട്ട് വീണ്ടും രാത്രി ഒന്ന് സോറി പറയുമെന്ന്. ഇതൊക്കെ ഏത് ലോകോടെ. അങ്ങനെ ഓരോന്ന് തിന്നും കുടിച്ചും അവർ പ്രണയത്തിലാവൂന്ന് സുഹൃത്തുക്കളെ. പിന്നെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അണ്ണ അങ്ങ് ചാവൂന്ന്. എങ്ങനെയാണെന്ന് ചോദിക്കില്ലേ എന്റെ പൊന്നു നാട്ടുകാരെ. അതൊന്നും ഈ സിനിമയെ പണയണമെന്നും ഇല്ല. എന്തോ ഒരു ആവശ്യത്തിനാണ് നാട്ടിൽ പോവും. പിന്നെ അറിയണത് അണ്ണൻ ഉത്തരത്തിൽ ചത്തിരിക്കണതാണെന്ന്. വാവ് ബലേബേഷ്. അതാണ് ചേച്ചിയുടെ സങ്കടത്തിനുള്ള കാരണം സുഹൃത്തുക്കളെ. പിന്നെ ഒരു കാര്യമുണ്ട്, സത്യം പറഞ്ഞില്ല ധ്യാൻ ഇതില് നൈസായിട്ടാണ് കേട്ടാ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ വെറുപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടാ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും വേർ ഈസ് കല്യാണി ദ കഥാനായിക. അത് തന്നെയായിരുന്നു എന്റെ സംശയം. പിന്നെ ആ പെണ്ണിനെ കാണിക്കയില്ലെന്ന് ഈ സിനിമയുടെ മുക്കാല് കഴിയണത് വരെയും. അങ്ങനെ ഒരു ധർമ്മ സങ്കടത്തിലാണ് രേവതി ഇരിക്കണത്. മറ്റവനെ കെട്ടാനും വയ്യ, കെട്ടാതിരിക്കാനും പറ്റുന്നില്ല. മറ്റവൻ ചത്തവരെ ആരുടെ പറയാനും പറ്റുന്നില്ല. ആകെ മൊത്തത്തിൽ ഒരു തലവേദന കേസ്. അങ്ങനെ നമ്മുടെ എബി അണ്ണൻ ഒരു ഐഡിയ അങ്ങ് പറഞ്ഞു കൊടുക്കും. ഇഷ്ടമല്ല നിന്റെ തന്തേന്റെ അടുത്ത് കണ്ണും പൂട്ടി അങ്ങ് പറയാനെന്ന്. ആ കാര്യം ഡാഡി കൂളിന്റെ അടുത്ത് അവതരിപ്പിക്കുമ്പോഴത്തേക്കും അങ്ങേര് കിടന്ന് കാണിക്കണ കോപ്രയാണ് നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങേർക്കും മുഴുത്ത വട്ടാണെന്ന് ഇതില്. കണ്ണി കാണുന്ന പട്ടിക്കും പൂച്ചയ്ക്കും വരെ പ്രാന്താണെന്ന് ഈ സിനിമയിൽ. പിന്നെയാണ് മനുഷ്യൻ. അങ്ങനെ ഡാഡി കൂളിന്റെ അടുത്ത് പറയണ പ്ലാൻ ഉപ്പല്ല ആയതുകൊണ്ട് എബിയുടെ ഡാഡി രംഗത്തിറങ്ങുന്നു. എന്നിട്ട് കല്യാണ ചെറുക്കന്റെ അടുത്ത് മറ്റേ ഐറ്റം കുതിരയുടെ കാര്യം അങ്ങ് വിളമ്പുന്നു. കുതിരപ്പുറത്ത് കയറി കുണുകുണാന്ന് പോണ
കാര്യം. എന്നിട്ട് നൈസായിട്ട് കുതിരപ്പുറത്ത് നിന്ന് തള്ളിയിട്ട് അണ്ണന്റെ കാലൊട്ടിക്കുന്നു. അങ്ങനെ കുറച്ചു മാസത്തേക്ക് ചേച്ചി ഫ്രീ. പിന്നെ ഒരു ഒടുക്കത്തെ പാട്ടാണ് കാലൊടിഞ്ഞവന്റെ കോഴിത്തരവും, ലാലണ്ണന്റെ തലതെറിച്ച വട്ടും, സിബിയുടെ കോംപ്രമൈസ് ഭാര്യയുടെ ഒതുക്കലുകളും, എബിയുടെ അന്തമിടലും, കല്യാണ ചെറുക്കന്റെ കാല് ശരിയാവുന്നതും എല്ലാം ഈ പാട്ടിൽ അങ്ങോട്ട് തീരുന്നു. അങ്ങനെ പാട്ടും കൂത്തും കഴിഞ്ഞ് പിന്നെ കാണിക്കണത് ചൈനീസ് ഡേ ആണെന്ന്. അതെന്തൊരു ഡേയുടെ ആണ്, എന്തൊരു തേങ്ങ ഡേ ആയാലും ആ ഡേയിലാണ് രേവതി, കല്യാണ ചെറുക്കൻ, അവരുടെ സ്വന്തക്കാര്, ബന്ധുക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരും ചേർന്ന് വട്ടമേശ സമ്മേളനത്തിൽ ഇരിക്കുന്നത്. അവരുടെ കല്യാണക്കാര്യമൊക്കെ പറയാൻ വേണ്ടിയാണ്. അന്നേരം കല്യാണ ചെറുക്കൻ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി ചാടി എഴുന്നേൽക്കുമ്പോഴത്തേക്കും വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഫുഡിന്റെ തർക്കത്തിലാണെന്ന്. അന്നേരം നമ്മൾ കല്യാണ ചെറുക്കൻ ഇവരെ ശ്രദ്ധ നേടാൻ വേണ്ടി ഒരു ഗ്ലാസ് എടുക്കുന്നു, സ്പൂൺ എടുക്കുന്നു, ഒരു ഒറ്റയടി അത് പൊട്ടുന്നു. അന്നേരം ഇവന്റെ തള്ളയിരുന്ന് പറയാൻ കേട്ട, ഇത് നിന്റെ വീടൊന്നും അല്ല ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കാൻ, അടി വേണോടാ നിനക്ക്, അടി വേണോ? എന്നിട്ട് എണീറ്റിട്ട് എല്ലായിടത്തും എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതിന് മുമ്പ് എനിക്ക് മാമന്റെ കാല് പിടിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് മേശന്റെ അടിയിലോട്ട് ഇറങ്ങി പോകുന്നു കാല് പിടിക്കാൻ. എന്നിട്ട് പണയും എനിക്ക് രേവതിനെ കല്യാണം കഴിക്കാൻ സാധിക്കില്ലെന്ന്. അത് കേട്ട് അന്തം വിട്ട് എല്ലാണോ താഴെ ഇറങ്ങി വരുമെന്ന്. പിന്നെ അതിന്റെ അടിയിലിരുന്നുള്ള കാര്യം പറച്ചിലാണെന്ന് എല്ലാണോ. കാലൊടിഞ്ഞ സമയത്ത് ട്രീറ്റ്മെന്റിന് വന്ന ഡോക്ടറുമായിട്ട് ഇവൻ ലബ്ബാവും. അതാണ് രേവതിനെ വേണ്ടാന്ന് പറയാനുള്ള കാരണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവന്റെ ലബ്ബറായ ഡോക്ടർ വർഷം അവിടെ വരും കേട്ടോ. അവളും വന്ന് മേശയുടെ കീത്തിലോട്ട് കയറുമെന്ന്. അപ്പോഴവൻ ചോദിക്കും കേട്ടോ, എന്താണ് ലേറ്റ് ആയത്? അപ്പോഴവള് പറയും, ഒരു സർജറി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയെന്ന്. അന്നേരം ഇവൻ ചോദിക്കും, അപ്പൊ പേഷ്യന്റോ? അടുത്തത് എന്തിനാണ് പണയം പോണെന്ന് അറിയാല്ലേ, ഡാർക്ക് പറയും അതിലും കൂടെ കയറ്റും. പേഷ്യന്റ് ചത്തെന്ന് പറയും. അത് കേട്ടിട്ട് ഇവൻ പറയും കേട്ടോ, താങ്ക് ഗോഡ്, അതുകൊണ്ട് കൃത്യസമയത്ത് എത്താൻ പറ്റിയല്ലോ എന്ന്. ദിസ് ഈസ് ഡാർക്ക് ഹ്യൂമർ ബ്രോ, എല്ലാവരും ചിരിക്കൂ പ്ലീസ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫഗുവണ്ണനും ലാലണ്ണനും കൂടെ അതിന്റെ അടിയിലോട്ട് വരുമെന്ന്. എന്റെ പൊന്നെണ്ണം മേശക്കടിയിലിരുന്നുള്ള കുടുംബശ്രീ ബഹളമായിരുന്നു അവിടെ. അങ്ങനെ രേവതി ഇച്ഛിച്ചതും പാൽ, കല്യാണ ചെറുക്കൻ കൽപ്പിച്ചതും പാൽ. അങ്ങനെ രേവതിയും കൂട്ടരും അവിടെ നൂരി പോവുകയാണ് സുഹൃത്തുക്കളെ, രക്ഷപ്പെട്ട്. അന്നേരമാണ് വേറൊരു ട്വിസ്റ്റ് അവിടെ നടക്കാൻ പോകുന്നത്. രേവതി ഒരു കാര്യം പറയാൻ കേട്ട, അണ്ണൻ ചാവാനായിട്ട് പോകുമ്പോഴേ രേവതി അത് കണ്ടുകൊണ്ടാണ് ഗ്ലാസ് എറിഞ്ഞതും അതിന്റെ മണ്ടയിൽ വലിഞ്ഞു കയറിയതും അണ്ണനെ രക്ഷിക്കാൻ നോക്കിയതും. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണൻ ആയിരുന്നില്ല ഇതുവരെയായിട്ടും അവളെ രക്ഷിക്കാൻ നോക്കിയത്, അവളായിരുന്നു അണ്ണനെ രക്ഷിക്കാൻ നോക്കിയത്. ഏത്? അങ്ങനെ രേവതിയുടെ ചാപ്റ്റർ അവിടെ തീരുകയാണ് സുഹൃത്തുക്കളെ. രേവതിയുടെ വഴിക്കേക്ക് കീക്കി പോവുകയാണ്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും അങ്ങനെ ഒഴുകി പോകുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ദുങ്കളാണ്ടി പരുവൻ മറ്റേ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്ന് പറഞ്ഞ് അവനും വരുന്നു. അങ്ങനെ കഥയുടെ ഏകദേശം ഒടുക്കത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഒന്ന് മാത്രമേ അവിടെ നടക്കാനുള്ളൂ, നമ്മുടെ ഭഗവാനന്റെയും കല്യാണിയുടെയും ഒന്നിക്കൽ ഡ്രാമ. അവസാനം രണ്ടും കൽപ്പിച്ച് ചേച്ചിയെ ഫോൺ വിളിക്കുകയാണ്. അന്നേരം ഡാഡി കുളങ്ങ് ഊഫിക്കും കേട്ടാ നൈസായിട്ട്. അപ്പൊ അണ്ണൻ വിചാരിക്കും ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ല എന്ന്. അതുകൊണ്ട് അണ്ണൻ പിന്നെ അങ്ങ് ഡിപ്രഷനിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മളെ ലാലണ്ണൻ വീണ്ടും ഇറങ്ങുന്നു ഒരു ഓറഞ്ചുമായിട്ട്. എന്നിട്ടില്ലാത്ത കടിച്ചാ പൊട്ടാത്ത നുണയൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരെയും നൈസായിട്ട് അങ്ങ് യോജിപ്പിക്കുന്നു. പിന്നെ അവർ രണ്ടുപേരും കൂടെ സിനിമയ്ക്ക് പോണു. അവിടെ വെച്ച് കോമയിൽ കിടന്നപ്പോ കണ്ട യഥാർത്ഥ സ്വപ്നം ചേച്ചെടുത്ത് അങ്ങ് വിളമ്പും. അത് കേട്ട് വിഷമിച്ച് കരഞ്ഞ് ചേച്ചി ഇറങ്ങി അങ്ങ് പോവും. എന്നിട്ട് വീണ്ടും തിരിച്ചു വന്ന് ചോദിക്കും, ആക്ച്വലി ഞാനാണോ സ്വപ്നമാണോ എബിയുടെ പ്രശ്നം, അത് നല്ലോണം ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവസാനമായിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഒറ്റ പോക്കാണെന്ന്. പിന്നെ ഇവിടെ വെച്ച് ഡാഡി കൂളിനും മറ്റേ കാര്യത്തിൽ വഴക്ക് പറയുന്നു. നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോയത്, ബ്ലാ ബ്ലാ ബ്ലാഷിപ്പ് ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് ആ റൂമിൽ നിന്ന് ഈ റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് അണ്ണ ഓക്കെ ആവുന്നു. എന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു. ഡാഡി കൂൾ അണ്ണന്റെ ചന്തിയിലിട്ടൊരു കുത്തു കൊടുക്കുന്നു. എന്നിട്ട് പണയും, നിനക്കിത് വേദനിച്ചാന്ന്. പിന്നെ വേദനിക്കാതെ ചന്തിയിലിട്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ വേദനിക്കൂലേ? എന്നിട്ടൊരു കാര്യം കൂടെ പറയും, നീ കോമയിലല്ലാത്തത് കൊണ്ടാണ് നിനക്ക് വേദനിച്ചതെന്ന്. പിന്നെ പറയും, രാത്രി കോളിംഗ് ബെല്ല് അടിക്കണ്ട, ഞാൻ കഥവ് തുറന്നാണ് ഇട്ടിരിക്കുന്നതെന്ന്. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തൂങ്ങിച്ചാവാനായിട്ട് പോവുകയാണ്. ഇവരെ പെണ്ണും പിള്ളേന്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നതാണ് ഈ പരിപാടി. ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ദാ വരുന്നു, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അങ്ങ് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഭ്രാന്താണ് അതിൽ. അങ്ങനെ ചാവാനായിട്ട് പോകുമ്പോഴത്തേക്കും ഒരു കോളിംഗ് ബെല്ല് അടിക്കുന്നു. തുറന്ന് നോക്കുമ്പോഴത്തേക്കും ദിഗിടക്ക് തുകുന്നു പുതിയൊരു ടാർച്ച് കിടക്ക. ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ് അടിക്കുന്നു അണ്ണന് ഇവരെ കണ്ട ഉടനെ തന്നെ. വിത്തിൻ 1 hour ആശാൻ ചേച്ചിനെ വളക്കും കേട്ട. പിന്നെ നടക്കണത് ഒരു സൈഡിൽ മ്യാമന്റെ ലവ് സീനും മോന്റെ ട്രാജഡി സീനും, വിഷമം, ക്രോധം, പ്രേതം. അണ്ണന് ഭയങ്കര സമൂഹം, ജീവിതത്തിൽ ആസ്വദിക്കാൻ കഴിയുന്നില്ലെന്ന്. അച്ഛന്റെ വട്ട് പകരമോ എന്നൊക്കെയാണ് അണ്ണന്റെ 101 സമൂഹങ്ങൾ. പിന്നെ ഒരു സാഹചര്യത്തിൽ ജോലി സംബന്ധമായിട്ട് ഒരു സ്കൂളിൽ പോകുമ്പോൾ രേവതിയെ വീണ്ടും കാണുന്നു. അങ്ങനെ രേവതി കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കും അണ്ണന്. 101 നല്ല രാശിയുള്ള നമ്പറാണെന്ന് ദിവാകര മാത്തമാറ്റീഷ്യൻ എപ്പോഴും പറയാറുണ്ട്. നീ ധൈര്യമായിട്ട് നിധീനെ വിളിക്കടാ മോനെന്ന്. എന്ത് മോട്ടിവേഷൻ ആണ് നോക്കിയാണ്. വാവ്, ഇമ്മാതിരത്തെ മോട്ടിവേഷൻ കേട്ട് കഴിഞ്ഞാൽ ആരായാലും ചാർജ് ആവും. ഞാൻ ചാർജ് ആവും.
അങ്ങനെ അണ്ണൻ നിധിയെ വിളിക്കുന്നു. എന്നിട്ട് ഇവിടെ ചെല്ലുന്നു. ഈ ചെല്ലുന്ന സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളാണ് എബി കോമയിൽ കണ്ട ലൂപ്പ് അടിച്ച സ്വപ്നം. അങ്ങനെ ഇവിടെ ഇരുന്ന് മാങ്ങാ ജ്യൂസ് കൂച്ചുമ്പോഴാണ് ചേച്ചിയെ കാണുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് ചേച്ചിയുമായിട്ട് വളരെ നല്ല രീതിക്ക് സംസാരിച്ച് പോകുന്നു. അപ്പോൾ ചേച്ചി പറയും, ഞാൻ രാത്രി ഒരു സ്വപ്നം കണ്ടു. എന്റെ പൊന്ന, ഇതിലെ സ്വപ്നത്തിന് ഒരു അറുതി ഇല്ലേടേ. എബി, കുറെ കുരുത്തം കെട്ട കുട്ടികൾ ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്നു. അപ്പോഴാണ് ആകാശത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു പറവ. പക്ഷെ അത് പറവയല്ലായിരുന്നു, നീ പാരഷൂട്ടിൽ വരുന്നതായിരുന്നു കണ്ടത്. എന്നിട്ട് ദിശ തെറ്റിപ്പോയെന്ന്. എന്നിട്ട് അവള് തന്നെ പറയും, അത് രാത്രി കണ്ടുകൊണ്ട് ബലിക്കൂലെന്ന്. അപ്പൊ അണ്ണൻ ചോദിക്കും, രാത്രി കണ്ടത് ഓക്കെ, പകൽ ഏതെങ്കിലും നല്ല സ്വപ്നങ്ങൾ വല്ലതും കണ്ടായിരുന്നോ? അപ്പോഴേ അവള് പറയും, ആ ഞാൻ പകലും കണ്ടിരുന്നു ഒരു സ്വപ്നം. ഇവളെ തലേന്തോടെ ഹാർഡ് ഡിസ്കാ ഈ കണ്ട സ്വപ്നം എല്ലാം കൂടെ സേവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി. എബിയും ഞാനും ഇങ്ങനെ നടക്കുമ്പോൾ എബി എന്നെ കെട്ടിപ്പിടിച്ച് IW എന്ന് പറയുമേ. അവസാനം ഞാനും തിരിച്ച് I love you എന്ന് പറയുമോ? അയ്യോ പണ്ണ. ഈ സ്വപ്നകാര്യവും പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അണ്ണൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് I love you എന്ന് പറയുന്നു. കഥ തീരുന്നു. വാവ്, ഒന്നതരമായിരിക്കുന്നു. വെറുതെ പറയാനൊന്നും ആയിരിക്കരുത്. വണ്ടർഫുൾ. എന്തിനു നോക്കി ഇരിക്കണത്? സിനിമ തീർന്നു സത്യത്തി. പിന്നെതാ ഈ എഴുതി കാണിക്കുമ്പോഴുള്ള ചളി സീനും അത്രേ ഉള്ളെന്ന്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക സുഹൃത്തുക്കളെ. പിന്നെ ഇതേപോലത്തെ ജിംഗ്ലാണ്ടി പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് അയക്കണം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ശരി, എന്നാ പോണ്.